മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമ്മുടെ മൺഡേ അല്ലേ, അപ്പം നമുക്കിന്ന് ഈ വീക്കിൽ ഈ ആഴ്ചയിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് നമുക്ക് എടുക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് മുന്നോട്ട് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് എന്താ പറയുന്നത് നോക്കാം. കാർഡ്സ്. ഓക്കെ, ഈ 1 വീക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും, എന്തായിരിക്കും നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് കാർഡ്സ് എന്താ പറയുന്ന. ഓക്കെ, 8 ഓഫ് കപ്സ്, Magician, 7 of Pentacles, World card. Okay, very nice. Okay. ആദ്യം തന്നെ നിങ്ങളൊരു തീരുമാനം ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഏത് വഴിക്ക് പോകണം ഞാൻ എന്ന രീതിയിൽ. ഓക്കെ, ഏത് വഴിക്ക് ഞാൻ പോകണം, അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യം ഞാൻ ചെയ്യണം എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെ. അതുപോലെ നിങ്ങൾ ഓൾറെഡി തുടങ്ങിയ ഒരു കാര്യം, ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയായിരിക്കാം. മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ടാവും. സോ പക്ഷെ ഇവിടെ ഐ തിങ്ക് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ എന്ത് ചൂസ് ചെയ്താലും അത് നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്ന രീതിക്ക് പറയാം. ആ തീരുമാനം എടുക്കാനുള്ള ഹെൽപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആരെങ്കിലും ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഒരു പ്രോഗ്രസിൻ്റെ കാര്യമാണ്. അതായത് നമ്മൾ ഒരു തീരുമാനമെടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന പോലെയാണ്. അതിൻ്റെ ഇവിടെ 8 ഓഫ് കപ്സും ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, നമ്മൾ പറയില്ലേ, നമ്മൾ ഓൾറെഡി ചില കാര്യങ്ങൾ ചെയ്ത് തുടങ്ങി. ഓക്കെ, ബട്ട് നമ്മൾ ഒരു ചിന്തിക്കും, നമുക്ക് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യണോ വേണ്ടേ എന്ന രീതിയിൽ ചിന്തിക്കുന്ന പോലെയാണ്. ഇനി മുന്നോട്ട് ഇതിന് എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന രീതിക്ക് നമ്മൾ ചിന്തിക്കില്ലേ, അങ്ങനെയാണ്. എൻ്റെ ഇവിടെ ശരിക്കും ഇത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, 8 ഓഫ് കപ്സ് ശരിക്കും ഒരല്പം നെഗറ്റീവ് കാർഡായിട്ട് നമ്മൾ എന്തോ പിന്നിൽ ഉപേക്ഷിച്ച് പോകണു എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ, ബട്ട് ആ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നത് ശരിക്കും ഒരു നല്ലതിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അഗൈൻ ഇവിടെയും പറഞ്ഞ കാര്യം അത് തന്നെയാണ്. നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഈ തീരുമാനം നമ്മൾ പറയില്ലേ, ആ തീരുമാനത്തിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും എന്ന രീതിയിലാണ്. ഓക്കെ, അതിപ്പോൾ എന്തുമാവാം. എനിക്ക് ചിലപ്പോൾ ഇപ്പം നമ്മളൊരു ജോലിയുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം എന്താവും, നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഊണും ഉറക്കവും ഒക്കെ കളഞ്ഞിട്ട് ചിലപ്പോൾ പോകേണ്ടി വരും, അല്ലെ, നമ്മൾ ചെയ്യേണ്ടി വരും ജോലികൾ. അങ്ങനെയും ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് അങ്ങനെയും ചെറിയ ചെറിയ കാര്യങ്ങളും ആയിരിക്കാം. കുറച്ച് പേർക്ക് നമ്മുടെ കംഫർട്ട് സോൺ വിട്ടു പോകാന്ന് പറയും. അതായത് ഇപ്പോൾ ജോലി നിങ്ങൾക്ക്, ബിസിനസ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ബിസിനസ്സിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മൾ വേറെ സ്ഥലത്ത് കൂടി നമുക്ക് അതിനെ കൂടുതൽ വലുതാക്കണം ബിസിനസ് എന്ന രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ മേ ബി നിങ്ങൾക്ക് വേറെ സിറ്റിയിലേക്ക് പോകേണ്ടി വരാം, വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരാം. അപ്പം അതിൻ്റേത്, അപ്പം നിങ്ങൾ ചിലപ്പോൾ പിന്നിൽ നമ്മൾ പറയില്ലേ, നമ്മുടെ ആ ഒരു കംഫേർട്ട് ഉപേക്ഷിച്ചിട്ട് പോവാണ്, അല്ലേ, നമ്മൾക്ക് അറിയുന്ന സ്ഥലം അതും വിട്ടുമാറി നമ്മൾ വേറെയും ശ്രമിക്കാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ പലതും നമ്മൾ പറയില്ലേ, പിന്നിൽ ഉപേക്ഷിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. കുറച്ച് പേർക്ക് നമ്മളെ പേടി ഉപേക്ഷിക്കുന്നതായിരിക്കും, ഫിയേഴ്സ്. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും, അത് ഉപേക്ഷിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മേ ബി നിങ്ങളൊരു പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ പ്ലാൻ ആണെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ആണെങ്കിൽ, മേ ബി ഇവിടെ നമ്മൾ ഒരു ജോലി മാറുന്നതായിരിക്കാം, ഒരു സ്ഥലം വിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്ന തരത്തിലായിരിക്കാം. ഓക്കെ, പല കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഓക്കെ, എന്തായാലും നമ്മൾക്കൊരു സന്തോഷം കിട്ടുന്നത് തേടി പോകുന്ന പോലെയാണ്. ഓക്കെ, നമ്മളുടെ ഫ്യൂച്ചർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ വളരാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ തേടി പോകുന്നതായിരിക്കാം, അബ്രോഡ് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് വീട് മാറി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നമ്മൾ ജോലിക്ക് പോകുന്നതായിരിക്കാം. കുറച്ച് പേർക്കൊക്കെ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ചില സിറ്റുവേഷൻ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കാം. സോ അങ്ങനെ ഒരു കാര്യമാണ് ഫസ്റ്റ് തന്നെ കാണുന്നത്. പക്ഷെ അതിന് ആദ്യം ഒരു തീരുമാനം എടുക്കുന്ന സ്റ്റേജ് ഉണ്ട്. അത് ഐ തിങ്ക് നിങ്ങൾ പക്ഷേ ഈ ഒരു വീക്ക് നിങ്ങൾ ഡിസൈഡ് ചെയ്യും. ഓക്കെ, അതല്ല, ഞാൻ എന്തായാലും മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്ന രീതിയിൽ പോകുന്നതാണ് കാണുന്നത്. ഇവിടെ മജീഷ്യനാണ്. സോ യെസ്, നിങ്ങളുടെ കയ്യിൽ എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള പവർ നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നോട്ട് ഗെയിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാ കഴിവും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കഴിവ് യൂസ് ചെയ്ത് നിങ്ങൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ശ്രമം ഒരിക്കലും നിങ്ങൾക്ക് പാഴാവില്ല. ഓക്കെ, ചിലത് യെസ് നിങ്ങൾക്ക് പിന്നിൽ നഷ്ടപ്പെടും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരു ജോലിയൊക്കെ വിട്ടു പോവുകയാണെങ്കിൽ നമ്മൾ പറയില്ല, ചിലപ്പോൾ ഫ്രണ്ട്സ് നഷ്ടപ്പെടും, ചിലപ്പോൾ നമ്മളൊരു പഴയ ആ ഒരു കംഫർട്ട് നമുക്ക് പോകും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. ബട്ട് മുന്നോട്ട് നിങ്ങൾക്ക് അതിലും നല്ലത് എന്തൊക്കെയോ വരുന്നു എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ ഒരല്പം നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കൂ എന്നാണ് പറയുന്നത്. കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യും വേണം. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അഗൈൻ ഇവിടെ പറയുന്ന പോലെ ഞാൻ പറയും, ബിസിനസ് ഗ്രോ ചെയ്യുക, കരിയറിൽ ഗ്രോ ചെയ്യുക,
നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിലെന്തിലായാലും ശരി, ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് ഓരോന്നിനും അതിൻ്റെതായ സമയമെടുക്കും എന്നുള്ളത്. ഓക്കെ, എല്ലാം പെട്ടെന്നാവില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാൻ തുടങ്ങി ഉടനെ നിങ്ങളൊരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് സമയം എടുക്കും, മെല്ലെ മെല്ലെ ആയാലും വരും എന്നുള്ളതാണ്. ഇവിടെ പേജ് ഓഫ് ഫെയറിയസ് എന്തോ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത്, ആക്ച്വലി പേജും കഴിഞ്ഞിട്ട് ഇവിടെ 2 പറയുമ്പോൾ നമ്മൾ 1 and 2 ആയിട്ട് എടുക്കാം. സോ യെസ്, ഒരു സ്റ്റെപ്സ് നിങ്ങൾ ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങിൽ എന്തോ സ്റ്റെപ്പ് എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾ ആദ്യം നമ്മൾ പറയില്ല, ആദ്യം വിത്ത് കുഴിച്ചിട്ടു, ഇനിയിപ്പോൾ ഇനി അതിനെ എന്താ പറയുക, നട്ട് നനച്ച് വളർത്താൻ ശ്രമിക്കുക എന്ന് പറയില്ലേ, ആ രീതിക്കാണ്. ബട്ട് അതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും. ഓക്കെ, പെട്ടെന്നൊന്നും നടക്കില്ല. സോ ഒന്ന് ക്ഷമയോടെ ഇരിക്കുക, വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓൾറെഡി ഇതുവരെ ചെയ്ത കാര്യങ്ങളെ കുറിച്ചുകൂടി ഒന്ന് ചിന്തിക്കുക. ഓക്കെ, അതിലെന്താണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് തരുന്നത്, എന്താണ് തരാത്തത് എന്നൊക്കെ മനസ്സിലാക്കുക. എവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുക. എവിടെയാണ് നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ കൊടുക്കുന്നത്, അതിൽ നിങ്ങൾക്ക് ഗുണമുണ്ടോ ഇല്ലേ, എല്ലാം ചിന്തിച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതാണ് ആക്ച്വലി ഇവിടെയും പറഞ്ഞത്. 7 കഴിഞ്ഞിട്ട് 8 ഉണ്ട് ഇവിടെ അല്ലേ. സോ മേ ബി നിങ്ങൾ തീരുമാനിക്കാനുണ്ട്. ചിലത് നമ്മൾ പറയില്ലേ, എത്ര ചെയ്തിട്ടും കാര്യമില്ല, വിട്ട് കളയേണ്ട അവസ്ഥ ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. പക്ഷെ ഇവിടെ അഗെയിൻ വേൾഡ് കാർഡ്. ഓക്കെ, ഇവിടെ ഇത് സക്സസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ 2 കാർഡും സക്സസ്സുകളാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഏറ്റെടുത്ത് നിങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്ന കാര്യത്തിന് ഒരു നല്ലൊരു സക്സസ് വരും എന്ന് യൂണിവേഴ്സ് അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മുന്നോട്ട് പോയിക്കോളൂ, യു വിൽ ഗെറ്റ് സക്സസ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ നമ്പർ 1 ആണിത്. നമ്മളിവിടെ 1ഉം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെയും 1 ആണ്. ഇത് 2 ഉണ്ട്, ഇവിടെ 3 വരുന്നുണ്ട്. ഓക്കെ, സോ യെസ്, നിങ്ങൾക്ക് മുന്നോട്ടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സീരീസ് ആയിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ നമ്പർ 3 ഒന്നാമത് നമ്മൾ എക്സ്പാൻഷൻ ആണ്, എന്ന് വെച്ചാൽ നമ്മൾ ഗ്രോ ചെയ്യുക, വളരുക, കൂടുതൽ വലുതാവുക എന്ന രീതിക്കാണ് നമ്മൾ എടുക്കുക. സോ ഇവിടെ യെസ്, അക്കംപ്ലിഷ്മെന്റ്, സക്സസ്. ഓക്കെ, സെലിബ്രേഷൻ ആണ് പറയുക. ആക്ച്വലി ഇത് നിങ്ങൾ എന്തെങ്കിലും ആഘോഷിക്കുന്നതായിട്ടാണ്. ഒരു കംപ്ലീറ്റ് ചെയ്യും, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യും. ആ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും, ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതും സക്സസിന്റെ കാർഡാണ്. ഓക്കെ, റെക്കഗ്നീഷൻ കിട്ടും എന്നൊക്കെയാണ്. സോ യെസ്, നിങ്ങൾ ഒരിക്കലും ഇനി പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് കാര്യം ആയിക്കോട്ടെ. ഞാൻ എപ്പോഴും എക്സാമ്പിളായിട്ട് പറയാറുണ്ട്, രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുന്ന കാര്യം, ഡയറ്റ് തുടങ്ങുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പഠിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടുന്നതായാലും ശരി, ഒരു ബന്ധത്തിലായാലും ശരി, അഗൈൻ എന്ത് കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഓക്കെ, പിന്നോട്ട് പിന്നെ തിരിഞ്ഞു നോക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, കീപ് ഗോയിങ്. ഓക്കെ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമോ, അതിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടും എന്ന് പറയുന്നുണ്ട്. സോ യെസ്, ഇവിടെ അഗെയിൻ ഓവറോൾ ഇത് 2 കാർഡും സക്സസിനെ കുറിച്ചാണ് പറയുന്നത്. സോ യെസ്, വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ യു വിൽ റീച്ച് സക്സസ്. ഓക്കെ, കാർഡ് എടുക്കാൻ കൂടി തുടങ്ങിയില്ല, അതായത് ഇവിടെ ഇത് കാണിച്ചു തന്നേ പറ്റും എനിക്ക്. സ്വീറ്റ് റിസൾട്ട്സ് അവൈറ്റ്. മനസ്സിലായില്ലേ ഇപ്പം എന്താന്ന്? നിങ്ങൾക്ക് വേണ്ടി ബെസ്റ്റ് റിസൾട്ട്, മധുരമുള്ള വിക്ടറി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആൻഡ് ഇത് ഈ 2 കാർഡ് ഞാൻ പറഞ്ഞു സെലിബ്രേഷൻ വിക്ടറിയാണ് കാണിക്കുന്നത്. സോ ഇതും അത് തന്നെയാണ് കാണിക്കുന്നത്. ആക്ച്വലി നമ്പേഴ്സ് നോക്കിക്കോളൂ. ഇവിടെ ഞാൻ ഇത്രയും നേരം 1, 2, 3 എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഇടയിൽ 6 ഉണ്ടായിരുന്നു, 7, ഇതും ഒരു 7, 8. യെസ്, പക്ഷെ ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടിയും വരും. ഓക്കെ, നിങ്ങൾക്ക് ഈ സക്സസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ചിലതൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കും വേണം. ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, രാവിലെ നേരത്തെ എണീക്കേണ്ടി വരും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതായിരിക്കും, ഉറക്കം കളയേണ്ടി വരും. ഓക്കെ, എന്തോ നിങ്ങൾ കുറച്ച് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. ബട്ട് അത് കഴിയുമ്പോൾ ഫ്യൂച്ചർ വളരെ നല്ല സക്സസ് ആണ് വരുന്നത്. ആൻഡ് 7, 7 പിന്നെ നമ്പറായിട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്കുള്ള അഡ്വൈസ് കാർഡ്സ്. നൗ ഇസ്, ഞാൻ ലക്ക് ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ലക്കി ടൈം. നൗ ഇസ് എ ലക്കി ടൈം. ട്രാൻസ്ഫോർമേഷൻ ഇസ് ബ്യൂട്ടിഫുൾ ആൻഡ് ലൈഫ് ഇസ് എ മിസ്റ്ററി. ബോബ് ക്യാറ്റ് അല്ലേ. ആൻഡ് സ്പിരിറ്റ്. ഓക്കെ, ടൈം ടു കൊളാബറേറ്റ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ട്രസ്റ്റ് ദ ഗ്രേറ്റ് മിസ്റ്ററി. 2 മിസ്റ്ററിയുടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇവിടെ ഇതും പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടാവാം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ മേ ബി ഒരു പാർട്ട്ണർ കൂടി നിങ്ങൾ ചേർക്കുന്ന കാര്യമായിരിക്കും. അത് നിങ്ങളെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, എന്ത് കാര്യത്തിലായാലും നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പാർട്ട്ണർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ ആരെങ്കിലും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ആൻഡ് ഇവിടെ റാബിറ്റ്. നൗ ഇസ് എ ലക്കി ടൈം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ലക്കി ടൈം വരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളിലാണ് മാറ്റങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് സക്സസ്. ആക്ച്വലി ഇവിടെ ഒരു ക്രൗൺ ഒക്കെ ഉണ്ട്, ഈ ഒരു ബട്ടർഫ്ലൈ ഇവിടെ ഒരു
കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കിരീടം സക്സസ് അല്ലേ, നമുക്ക് നമ്മളെ മാനിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം, രാജാവ് പോലെ. ഓക്കെ, നിങ്ങളിലാണ് മാറ്റം വരുന്നത്, നിങ്ങൾ ഗ്രോ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഇവിടെ ഇത് രണ്ടെണ്ണം മിസ്റ്ററിയുടെ കാര്യം പറയുന്നുണ്ട് ഇവിടെ എന്തോ. വെയിൽ സ്പിരിറ്റ് ട്രസ്റ്റ് ദ ഗ്രേറ്റ് മിസ്റ്ററി, ലൈഫ് ഇസ് എ മിസ്റ്ററി. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അല്ലേ. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ 8 of Cupsൽ നമ്മൾ കണ്ട പോലെ വാക്കിംഗ് അവേ പറഞ്ഞു, എന്തെങ്കിലും വിട്ട് നമ്മൾ പോകുന്നു. സോ അങ്ങനെ ചിലത് നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയില്ല മുന്നോട്ട് എന്താണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല ചില സമയത്ത് അല്ലേ. നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താവും എന്ന് നമുക്ക് അറിയില്ല. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ജീവിതം എന്തായാലും ഒരു മിസ്റ്ററിയാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ എല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് എല്ലാം അറിഞ്ഞിട്ടേ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളോട് പറയുന്നത് ട്രസ്റ്റ് ദ ഗ്രേറ്റ് മിസ്റ്ററി എന്നാണ് പറയുന്നത്. ഓക്കെ, ജീവിതം എന്തായാലും ഒരു മിസ്റ്ററി തന്നെയാണ്. കീപ് ഗോയിങ്, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. അതെന്താണോ വരുന്നത് അതിനെ ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 11 ആണ് ഇത് നമ്പർ. ആൻഡ് ഇവിടെ ഓൾറെഡി ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് 11 ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൽ അഗെയിൻ 1 കുറേ വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ആൻഡ് സ്പിരിറ്റ് ടൈം ടു കൊളാബറേറ്റ്. യെസ്, അഗെയിൻ പാർട്ട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും കൂടെ കൂട്ടാൻ പറയുന്നുണ്ട്, ആരെടുത്തെങ്കിലും ഇൻഫർമേഷൻ എടുക്കാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. തനിച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഓക്കെ, ഗെറ്റ് ഹെൽപ്പ്. ഓക്കെ, എല്ലാം നമുക്ക് എപ്പോഴും തനിച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കുറച്ചൊക്കെ നമുക്ക് ഹെൽപ്പ് എടുക്കുന്നതിൽ തെറ്റുമില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ നിങ്ങൾ അപ്പോഴേക്കും ചെറുതായി പോയി എന്നൊന്നും കരുതണ്ട. ഓക്കെ, ഹെൽപ്പ് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ചിലപ്പോൾ അഡ്വൈസ് ആയിരിക്കാം. ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ആരും നിന്ന് ചെയ്യണം എന്നൊന്നുമില്ല. മേ ബി ഹെൽപ്പ് അഡ്വൈസ് രൂപത്തിലുമായിരിക്കാം, ഗൈഡൻസ് ആയിരിക്കാം, ഒരു എന്ത് തന്നെ ആയാലും. ഓക്കെ, അങ്ങനെ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കുന്നതിൽ നിങ്ങൾ വിഷമിക്കാനില്ല. എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യും വേണം, അത് വേറെ കാര്യം. ഓർമ്മ എങ്ങനെയാണ് നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ അവർ എല്ലാം ചെയ്തുകൊണ്ടിരിക്കില്ലേ. സോ അങ്ങനെ ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട്. അഗെയിൻ നമ്പേഴ്സ് പറയാൻ 13 അല്ലേ, 49 ആണ്. സോ 13. ഓക്കെ, 13 ഉണ്ട് ഇവിടെ. 11 ഉണ്ടായിരുന്നു, 1 ഉണ്ട്, 8 ഉണ്ട് ഇവിടെ. നമ്പേഴ്സ് 8 കുറേ വന്നിട്ടുണ്ട്. 7 ഉണ്ട് കൂടുതൽ. ഓക്കെ, 7, 1, 8, 13, അപ്പോൾ 4. ഇതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസനേറ്റ് ആവുണ്ടോ എന്ന് നോക്കിക്കോളൂ, ജസ്റ്റ് ഇൻ കേസ്. ഓക്കെ, കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രം, കുറച്ച് സിങ്ക്രോണിസിറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും വളരെ നല്ലൊരു സക്സസ്ഫുൾ ടൈമാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ബട്ട് എന്താണ്, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുകയും വേണം. മുന്നോട്ട് എന്താ വരുന്നതെന്ന് അറിയില്ല നമുക്ക്. ഓക്കെ, ആ ഒരു ധൈര്യം വെച്ച്, കറേജ് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് എടുക്കുക, തനിച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഓക്കെ, ആൻഡ് എന്തായാലും ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ആ മാറ്റത്തിനെ എംബ്രേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാവുക എന്ന രീതിയിൽ. ഓക്കെ, സോ എല്ലാം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് വരട്ടെ. ഈ ഒരാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ഓക്കെ, എൻ്റെ പ്രാർത്ഥനയുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.